സ്റ്റുഡൻസ്, 2 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ സ്കൂളിലെ ഡാൻസ് കോമ്പറ്റീഷൻ. ഇതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുറത്തുള്ള കുട്ടികളെയും കൊണ്ടുവരാൻ സാധിക്കും. അവരെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആരൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയൂ. സാർ ഞാനായിരിക്കും എന്തായാലും ഫസ്റ്റ് വരിക. പിന്നെ എന്തിനാ മറ്റുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? സാറിന് അല്ലെങ്കിൽ അറിയാവുന്നതല്ലേ ഞാൻ എന്ത് നല്ല ഡാൻസറാന്നുള്ള കാര്യം. ജിണ്ടു, ഈ വണ്ടി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവന്റെ ഡാൻസ് എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുത്തേ. നീ എന്താണ് ചെയ്യുന്നത്? ഇത് നിനക്ക് ഡാൻസ് കളിക്കാനുള്ള സ്ഥലമല്ല. സ്റ്റോപ്പ് ഇറ്റ്. സാർ, എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല സാർ. ഞാനല്ല ഇത് ചെയ്യുന്നത്. സോറി സാർ, ഞാൻ ബോൺ ഡാൻസറാന്ന് തോന്നുന്നേ. മതിയാക്ക് ബണ്ടി. ഐ സേ സ്റ്റോപ്പ് ഇറ്റ്. ഇവനെ ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്ത്. ഇവനിത് എന്താ പറ്റിയത്? എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇതാരോ മാജിക് ചെയ്യാണെന്നാ. മാജിക്കോ? ഇനി ജിണ്ടു എങ്ങാനോ ഇവിടെ? ദേ അവിടെ നിൽക്കുന്നു. എനിക്ക് അപ്പഴേ ജിണ്ടു മതിയാക്കടാ, മതി, ആവശ്യത്തിനായി. എന്നോട് ദയവായി ക്ഷമിക്കൂ സാറേ, എനിക്കത് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. സോറി സാറേ, ഇവനെയും കൊണ്ട് എന്റെ ഓഫീസിലേക്ക് വരൂ. സാർ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇത്രയും നല്ലൊരു ഡാൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അവന്റെ ആ ടാലന്റിനെ ഓർത്ത് അവനോട് ക്ഷമിച്ചേക്കൂ സാറേ. ആ പറഞ്ഞത് ശരിയാണ്. ഇത്രയും നല്ല ഡാൻസ് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ബണ്ടി, ഇത്തവണത്തേക്ക് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ ഉള്ളിൽ മഹാനായ ഒരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ചെല്ലേ, പോയി പ്രാക്ടീസ് ചെയ്യൂ. എന്നിട്ട് കോമ്പറ്റീഷനിൽ ജയിക്കണേ മോനെ. എങ്ങനെയെങ്കിലും ഈ ഡാൻസ് കോമ്പറ്റീഷൻ ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഞാനും ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ. ഇല്ല ചുൾബുൾ, നീ എങ്ങനെ ഇതിൽ പങ്കെടുക്കുക? എനിക്ക് ഡാൻസ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ദേ കണ്ടില്ലേ? വീർ, നിന്റെ ടീം ഉറപ്പായിട്ടും ഫസ്റ്റ് വരുമല്ലോ. കൊള്ളാം ചുൾബുൾ, നീ ഇനി ഡാൻസ് കളിക്ക്. ചുൾബുൾ, നീ അവനെ ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പ്രിൻസിപ്പൽ സാർ പറഞ്ഞതല്ലേ നമുക്ക് പുറത്തുള്ള കൂട്ടുകാരെയും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാമെന്ന്. ചുൾബുൾ എന്റെ കൂട്ടുകാരനാ. അവൻ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യും. താങ്ക് യു വീർ. കം ഓൺ, ലെറ്റ്സ് പ്രാക്ടീസ്. ദേ അങ്ങോട്ട് നോക്ക്, ആ ജിണ്ടുവും അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ ടീം എന്തായാലും തോറ്റു പോവും. എന്റെ ഡാൻസ് കളിക്കാനുള്ള കഴിവൊക്കെ ഞാൻ ഇവനിപ്പൊ കാണിച്ചു കൊടുക്കാം. എടാ ടിംബക്ടോ, നീ ഇതൊന്ന് ശരിക്കും നോക്കിക്കേ. എന്നിട്ട് ഇതെന്താണെന്നൊന്ന് പറഞ്ഞേ. ബോസേ, ഇതൊരു ചെറിയ കളിപ്പാട്ടമല്ലേ ബോസേ? എന്റെ പൊന്നു ബോസേ, ഞാൻ ഇത്രയും വളർന്നു വലുതായില്ലേ. എനിക്കിനി ഈ കളിപ്പാട്ടം ഒന്നും വെച്ച് കളിക്കാൻ പറ്റില്ല. എടാ മണ്ടന്മാരുടെ രാജാവേ, നീ തിന്നുന്നത് ചാണകമാണോടാ പൊട്ട? കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കാൻ നീ എന്താണ് പിഞ്ചു കുഞ്ഞാണോ? സോറി ബോസേ, സോറി. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ബോസിന് സ്വയം കളിക്കാൻ വേണ്ടിയായിരുന്നോ ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത്? പക്ഷേ എന്നാലും ബോസേ, ഈ പ്രായത്തില് ബോസ് ഇത്തരം കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കാൻ പോവുകയാണോ? നീ പൊട്ടനായല്ലോ. ഇവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ മൊട്ടത്തലിനെ എന്റെ കൺമുൻപിൽ നിന്ന് വിളിച്ചോണ്ട് പോ. അയ്യോ ബോസേ, അതിനോടൊന്നും നിർത്താൻ പറ ബോസേ. അയ്യോ ബോസേ, ഇതാണ് നിനക്ക് പറ്റിയ ശിക്ഷ. മതിയടാ റോബോട്ടെ, നിർത്തിയേക്ക. എടാ നിർത്താൻ. നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ് ആണ്. എന്തൊരു റോബോട്ടിനെ ഉണ്ടാക്കിയേക്കുന്നേ. ഈ റോബോട്ടിന്റെ പേരാണ് ബിഗ് ബി റോബോട്ട്. ഇതിന്റെ പ്രത്യേകത അറിയാമോ? ഇതിനെ എപ്പോ വേണമെങ്കിലും ചെറുതും വലുതും ആകാൻ സാധിക്കടാ. കണ്ടോളൂ. ബിഗ് ബി, പെട്ടെന്നൊന്ന് വലുതാവോ. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്. വളരെ വളരെ ശരിയാണ്. ഈ റോബോട്ട് വീറിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. പക്ഷേ അവൻ അത് അറിയുക പോലും ഇല്ല. അതിനുശേഷം ഇവൻ വീറിനെ ഉടനെ അങ്ങ് ആക്രമിക്കാം. അതോടെ വീറിന്റെ കഥയും കഴിയും.
ഒരു സംശയം, ഈ റോബോട്ട് ബോസ് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ അതോ ഞാൻ പറയുന്നതും കേൾക്കുവോ? ഒന്ന് നോക്കട്ടെ. ഒന്ന് വലുതാവ്. വേണ്ട, വലുതാവരുത്. ഇപ്പൊ വലുതാവരുത്. എടാ ടിംബക്ടു, പറയടാ, ചെറുതാകാൻ പറയടാ, എന്നെ കൊല്ലുവടാ. ജിൻഡോന്റെ വീട്ടിൽ നിന്ന് എപ്പോഴാ തിരിച്ചു വരുന്നത്? അവൻ ഒത്തിരി നാളിന് ശേഷമല്ലേ വീട്ടിലേക്ക് പോയത്. കുറച്ചുനാൾ അവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ. അല്ല, നിനക്കെന്താ പെട്ടെന്ന് ജിണ്ടുവിന്റെ ഓർമ്മ വന്നേ? ആകാശത്തെ കിളികള് പറക്കുന്നത് പോലെ പറക്കാൻ തോന്നുന്നു വീർ. നമ്മളെ കയ്യില് പറക്കുന്ന ചിറകുകൾ ഉണ്ടല്ലോ. വരൂ, നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്ത് രസമായി കളിപ്പാട്ടം കാണാൻ. ചുൾബുൾ, ഇത് കണ്ടില്ലേ? ഇതിനെ കാണാൻ ഒരു പാവക്കുട്ടിയെ പോലില്ലേ? ഇത് കണ്ടോ? ഇതാണ് മാഡ് മാക്സിന്റെ ബുൾബുലയ്യ. അതെ, ആരെങ്കിലും ഇതിനകത്ത് ഒരു പ്രാവശ്യം കുടുങ്ങിയിട്ട് ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് കുടുങ്ങിയവർക്ക് പിന്നെ പുറത്തേക്ക് പോകാനേ പറ്റില്ല. കാരണം ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞു പോകുന്നതായിരിക്കും. വീറിന് മാത്രമല്ല, ഈ എനിക്ക് പോലും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുകയില്ല. You are genius, boss. Super duper genius. ഡിംബക്ടു, നീ എവിടെയാണ്? ഇങ്ങോട്ട് വാ. ഡിംബക്ടു, നീ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത്? ബുൾബുലയ്യ ആക്ടിവേറ്റ് ആയി പോയില്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കുക? പൊയ്ക്കോളൂ. ഇവിടെ ആരും ഭിക്ഷയൊന്നും തരില്ല. ബോസ് കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് സാലറി പോലും തന്നിട്ടില്ല. കഴിഞ്ഞ 1 മാസമായിട്ട് അദ്ദേഹം എങ്ങോട്ടാ പോയെന്ന് പോലും എനിക്കറിയില്ല. നിന്റെ ആ ബോസ് വന്നിരിക്കുന്നു. ഇനി നീയാണ് പുറത്തേക്ക് പോകാൻ പോകുന്നത്. മോന, ആരെങ്കിലും ദയവ് ചെയ്ത് എന്നെ ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ സഹായിച്ചാൽ കൊള്ളാമായിരുന്നു, പ്ലീസ്. ഇവിടെ എന്തോ അപകടം ഉണ്ടെന്ന് എന്റെ ഡോങ്കി സെൻസ് പറയുന്നു. ഇമിലി, തിരിച്ചു വാ. ചിണ്ടു, വേഗം പുറത്തോട്ട് വാ. Roboboy suit on. അങ്ങോട്ട് നോക്ക്, വീട് അകത്തോട്ട് പോയിരിക്കാം. വേഗം അകത്തോട്ട് പോവാം. അല്ല, ഞാനിവിടെ എന്തിനാ വന്നത്? അല്ല, ഇത് ഏതാ സ്ഥലം? വേണ്ട ചിണ്ടു, ഈ സമയത്ത് ഓർമ്മശക്തി നഷ്ടപ്പെടുത്തരുത്. എടാ കഴുതേ, നീ എന്റെ അടുത്തേക്ക് വരരുത്. മാറി നിക്ക്. നീ എവിടെയാണുള്ളത്? മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത്? എന്റെ പൊന്നപ്പൂപ്പ, നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എവിടുന്നോ ഒരു കാറുകളും വന്നിട്ടുണ്ട്. അവനിപ്പോ ഒരാഴ്ചയിൽ തന്നെ 30 കാറുകളാ മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നേ. പോലീസിന് പോലും അവനെ പിടികൂടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഈ കാറിനെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുക. ഇനി ആ കള്ളൻ എന്റെ കാറിനെ എങ്ങനെയാ മോഷ്ടിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഓ, ഈ റോബോബോയ് എങ്ങോട്ടാ പോയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പോഴൊക്കെ അവൻ ഭയങ്കര ലേസിയായി മാറിയിരിക്കോ. വന്നിപ്പോ ഒരു ജോലിയും ചെയ്യുന്നില്ല. നീ വിഷമിക്കേണ്ട ബണ്ടി, റോബോബോയ് തീർച്ചയായും ആ കള്ളനെ പിടിച്ചിരിക്കും. Roboboy suit on. Roboboy suit on.
മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ വിഷമിക്കണ്ട. കാറുകളഞ്ഞ് ഞാൻ എത്രയും പെട്ടെന്ന് പിടിക്കും. അപ്പൂപ്പ, ഇന്നലെ രാത്രി ഞാൻ അവനെ ഒരുപാട് തേടിയതാ. എന്നിട്ടും അവനെ എനിക്ക് കാണാൻ പറ്റിയില്ല. അവൻ വളരെ തന്ത്രശാലിയാണ്. അവനെ പിടിക്കണമെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും പ്ലാൻ കണ്ടുപിടിച്ചേ പറ്റൂ. എന്നിട്ട് നമുക്ക് അവനെ ട്രാപ്പ് ചെയ്യണം. ആ കാറ് കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്കൊരു പുതിയ കാറ് തരാടാ മോനെ. അത് വളരെ സ്പെഷ്യലായ ഒരു കാറാണ് കേട്ടോ. ആ കാറ് കണ്ടു കഴിഞ്ഞാൽ ആ കള്ളൻ തീർച്ചയായും അത് മോഷ്ടിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവൻ ശരിക്കും നിന്റെ വലയിൽ കൊടുങ്ങുകയും ചെയ്യും. അപ്പൂപ്പാ, ഞാൻ പുറത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് വീടിനകത്ത് കയറിയിരിക്കുകയായിരുന്നു. പക്ഷെ ആ കള്ളർ എന്റെ കാറ് അടിച്ചോണ്ട് പോയി. ആ റോബോ പോയി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവനൊരു കുന്തവും ചെയ്യുന്നില്ല. മിസ്റ്റർ ചഡ്ഡ, കുറ്റവാളി എത്ര വലിയ ഇന്റലിജന്റ് ആണെങ്കിലും ശരി, അവൻ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടെ കയ്യിൽ കുടുങ്ങുന്നതായിരിക്കും. കാറില്ലാതെ ഞാൻ ഇനി എങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. വീർ, ചിൻടോനെ വിളിക്കേ. അവൻ മിസ്റ്റർ ചണ്ടയുടെ കാറ് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. ജിൻഡു, മിസ്റ്റർ ചഡ്ഡയുടെ കാർ ആരും മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുക. അതിപ്പോ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്ക്. അദ്ദേഹം ആകെ വിഷമത്തിലാണ്. അക്കിടം ഫക്കിടം ആലം ഫാലം തിക്കിടം തിക്കിടം ദം ദമാദം. ചഡ്ഡയുടെ കാർ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. ഈ കാർ എങ്ങനെയാ എന്റെ ഹാളിനകത്തേക്ക് കയറി വന്നത്? ഇനി ഇത് ഞാൻ എങ്ങനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും? എടി പെണ്ണുമ്പിള്ളേ, വണ്ടിയുടെ അമ്മേ, നീ ഇത് എവിടെ പോയി കിടക്കുക? ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ, ഞാൻ പേപ്പർ കൊണ്ട് ഒരുപാട് ബോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മഴ പെയ്ത് വെള്ളം വന്ന ഉടനെ നമുക്കിത് വെള്ളത്തിലിട്ടേക്കാം. അതേ എമിലി, മേലോട്ട് നോക്ക്. ഒരുപാട് കാർമേഘം കൂടിയിട്ടുണ്ട്. ഏത് സമയത്തും മഴ പെയ്യുന്നാ തോന്നുന്നേ. എമിലി, ഇതിനൊക്കെയാണോ നീ ബോട്ട് എന്ന് പറയുന്നേ? ബോട്ട് എന്ന് പറഞ്ഞാലേ ദേ ഇതൊക്കെയാണ് ബോട്ട്. ഇത് കണ്ടാ? നിന്റെ ആ കൊച്ചു പന്ന ബോട്ടിലേ ഒരു ഈച്ചയ്ക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ലെന്നേ. എന്റെ ബോട്ടിനെ കുറിച്ച് നീ ഇപ്പൊ എന്താ പറയുന്നത്? ദേ നോക്കിക്കോ. ചിണ്ടു, നിന്റെ മാജിക് ഒന്ന് നിർത്ത്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ മാജിക് എല്ലാം പബ്ലിക്കായി ചെയ്യരുതെന്ന്. അവന്മാരെന്തിനാ എമിലിയെ കളിയാക്കിയത്? അത് അവരുടെ ഒരു ശീലമാണ്. പഴയതുപോലെ എല്ലാം നോർമലാക്കി മാറ്റി. വേഗം ചെയ്യും. ഈ വണ്ടി ഒരിക്കലും നന്നാവില്ലെന്നാ തോന്നുന്നത്. നമ്മുടെ ചിണ്ടു ഒരിക്കലും മാറില്ലെന്നാ തോന്നുന്നത്. വീർ, മഴ വന്നതും നമ്മൾ എല്ലാരും കൂടി ചേർന്ന് റെയിൻ ഡാൻസ് ഓർഗനൈസ് ചെയ്യാം. ഓക്കേ. ഡിംബാക്ടു, ഇതാണ് ലൈറ്റ്നിങ് റോബോട്ട്. ഇവൻ ആകാശത്തേക്ക് പറന്നുയർന്ന് എല്ലാ മേഘങ്ങളിലും ഐസ് പൗഡർ വിതറി മേഘങ്ങളെ ഇല്ലാതാക്കും. പിന്നെ ഫുർസത്ത് നഗറിൽ ഒരിക്കലും മഴ പെയ്യുകയേയില്ല. You are genius, boss. Super duper genius. ഫുർസത്ത് ഗാഞ്ചിലെ ജനങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയും. പിന്നീട് നമ്മള് വെള്ളത്തിന്റെ ടാങ്കർ എടുത്തോണ്ട് പോയിട്ട് പിന്നീട് അവർക്കെല്ലാം നല്ല വിലയ്ക്ക് വെള്ളം അങ്ങ് വിറ്റേക്കാം. അങ്ങനെ ഒരുപാട് കാശുണ്ടാക്കി നമുക്ക് കോടീശ്വരനാകാം. നിനക്ക് പൊട്ടത്തരമല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഈടാ, എനിക്ക് വെള്ളം കൊണ്ട് ബിസിനസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈട മേഘങ്ങൾ ഇല്ലാതായാൽ പിന്നെ വീർ അതെല്ലാം ശരിയാക്കുവാൻ വേണ്ടി ആകാശത്തിലേക്ക് പറക്കില്ലേ? അവൻ അവിടെ ചെന്ന് കാണുന്നത് എന്തായിരിക്കും? പറയടാ. അവിടെ വെച്ച് അവൻ തീർച്ചയായും നിങ്ങളെ കാണുന്നതായിരിക്കും ബോസ്. പിന്നെ നിങ്ങള് അവനെ പിടിച്ചു കെട്ടി നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലേ ബോസ്? പക്ഷേ ബോസ്, അവൻ നിങ്ങളെയും കളിപ്പിച്ച് അവിടുന്ന് എസ്കേപ്പ് ആകുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത് മരമണ്ട. എനിക്കിപ്പോ ഭ്രാന്ത് പിടിച്ചാ നിൽക്കുന്നത്. ആകാശത്ത് അവൻ കാണാൻ പോകുന്നത് എന്നെ അല്ല, ലൈറ്റ്നിങ് റോബോട്ടിനെയാണ്. ഈ ലൈറ്റ്നിങ് റോബോട്ട് ആ വീറിനെ നശിപ്പിച്ചിട്ട് അവനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരിക. പിന്നീട് ഞാൻ അവന്റെ ടോട്ടൽ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്കതുപോലൊരു റോബോട്ടിനെ ഉണ്ടാക്കണമടാ. You are genius, boss. Super duper genius. അവൾ പറഞ്ഞത് ശരിയാണ് ബോസ്. നിങ്ങൾ ശരിക്കും ജീനിയസ് ആണ്. ഏയ് ലൈറ്റ്നിങ് റോബോ,
ശരിക്കും നിനക്ക് മിന്നലുണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ?